വൈസ് ചാൻസലർ പദവിയിലേക്ക് അക്കാദമിക് പരിചയമില്ലാത്തവരെയും നിയോഗിക്കാമെന്ന നിർദ്ദേശവും കരടിലുണ്ട്. ഇതിൻ്റെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ലല്ലോ. തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ ആ പദവിയിൽ കൊണ്ടിരുത്താനുള്ള വളഞ്ഞ വഴിയാണ് ഇവിടെ കേന്ദ്രം പയറ്റുന്നത്. സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റം അംഗീകരിക്കാനാവില്ല എന്നാണ് സുവ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നത്. സംസ്ഥാനങ്ങളുടെ ഭരണഘടനാ അവകാശങ്ങൾ ലംഘിക്കുന്ന UGC കരട് ചട്ടങ്ങൾ പുനഃപരിശോധിക്കണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് കത്തെഴുതിയിട്ടുണ്ട്. ഇതേ വിഷയത്തിൽ BJP ഇതര മുഖ്യമന്ത്രിമാരുടെയും ശ്രദ്ധ ക്ഷണിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ കൂട്ടായ പരിശ്രമങ്ങൾക്കാണ് കേരളം മുൻകൈയെടുക്കുന്നത്. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം നിർമ്മാണം പൂർത്തിയാക്കിയ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ പ്രവർത്തന സജ്ജമാക്കുന്നതിന് 570 തസ്തികകൾ സൃഷ്ടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അസിസ്റ്റൻറ്റ് സർജൻ 35, നഴ്സിംഗ് ഓഫീസർ ഗ്രേഡ് 2 150, ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 250, ലാബ് ടെക്നീഷ്യൻ ഗ്രേഡ് 2 135. ഇത്രയുമാണ് തസ്തികകൾ. നിയമന നടപടികൾ പൂർത്തിയായ ശേഷം അടുത്ത ഘട്ടമായി അനിവാര്യമായ തസ്തികകൾ സൃഷ്ടിക്കും. ഇക്കാര്യം പരിശോധിച്ച് നിർദ്ദേശം സമർപ്പിക്കാൻ ആരോഗ്യവകുപ്പ് ഡയറക്ടറെ ചുമതലപ്പെടുത്തി. ഓരോ ജില്ലയിലും ആവശ്യം വരുന്ന അസിസ്റ്റൻറ്റ് സർജൻ ഒഴികെയുള്ള തസ്തികകൾ ആരോഗ്യവും കുടുംബക്ഷേമവും വകുപ്പിന് നിശ്ചയിക്കാവുന്നതുമാണ്. ഇത്തവണത്തെ ശബരിമല തീർത്ഥാടനം ഭംഗിയായി സമാപിച്ചിരിക്കുകയാണ്. അയ്യപ്പ ഭക്തർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തീർത്ഥാടനം സാധ്യമാക്കുന്നതിനുള്ള വിപുലമായ ക്രമീകരണങ്ങളാണ് സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ചേർന്നൊരുക്കിയത്. അതിൽ ഭക്തർ സംതൃപ്തരാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. തീർത്ഥാടന ക്രമീകരണങ്ങളിൽ അനുഭവസമ്പന്നരെ ഉൾപ്പെടുത്തി വരുത്തിയ മാറ്റങ്ങളും വെർച്വൽ ക്യൂവും ഒപ്പം തത്സമയ ബുക്കിംഗ് ഏർപ്പെടുത്തിയതും മണിക്കൂറുകൾ നീളാതെ ദർശന സൗകര്യം ലഭ്യമാക്കിയതുമൊക്കെ സുഖദർശനത്തിന് ഇടയാക്കിയ കാരണങ്ങളാണ്. ഈ സീസണിൽ 1/2 കോടിയോളം പേരാണ് ശബരിമല സന്ദർശിച്ചത്. പ്രതിദിനം 90,000-ന് മുകളിൽ തീർത്ഥാടകർ എത്തിയെന്നാണ് കണക്കാക്കുന്നത്. അതിൽ പല ദിവസങ്ങളിലെയും കണക്ക് 1,00,000-ന് മുകളിലാണ്. തീർത്ഥാടന സീസൺ വിജയപ്രദമാക്കിയ എല്ലാവരെയും ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കുന്നു. ഈ ഒരു തീർത്ഥാടന കാലം മാത്രം ലക്ഷ്യമിട്ടല്ല, 25 വർഷം മുന്നിൽ കണ്ടുള്ള പദ്ധതികളാണ് സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്നത്. സന്നിധാനത്തിൻ്റെ ആത്മീയവും സാംസ്കാരികവുമായ പൈതൃകത്തെ മാനിച്ചുകൊണ്ട് തയ്യാറാക്കിയ ലേഔട്ട് പ്ലാനിന് മന്ത്രിസഭ അംഗീകാരം നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. സന്നിധാനത്തിൻ്റെ വികസനത്തിനായി ആദ്യഘട്ടത്തിൽ 600,47 രൂപയും 2028-33 വരെയുള്ള രണ്ടാം ഘട്ടത്തിന് 100,02,00,000 രൂപയും 2034-39 വരെയുള്ള മൂന്നാം ഘട്ടത്തിന് 77,68,00,000 രൂപയും അങ്ങനെ ആകെ 778,17,00,000 രൂപയാണ് ലേഔട്ട് പ്ലാൻ പ്രകാരം ചെലവ് കണക്കാക്കിയിട്ടുള്ളത്.
ഇതാണ് പൊതുവെ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പറയാനുള്ള വിഷയങ്ങൾ. വളരെ വൈകി പോയി ഈ കാര്യത്തിൽ വലിയ രീതിയിലുള്ള രോഷം പലയിടത്തും ഉണ്ടായി. ഒരു തിരിച്ചറിയാതെ പോയത് ഭേദഗതി കരടൊക്കെ തയ്യാറാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് വലിയ തോതിൽ ഉള്ള പ്രശ്നങ്ങൾ ഈ പുതിയ ഭേദഗതികൾ എന്ന തരത്തിലല്ല വന്നത്. നേരത്തെ തയ്യാറാക്കിയ ഒരു ഭേദഗതി അതേ രീതിയിൽ കൊണ്ടുവരുന്നൊരു നിലയാണ് വനം വകുപ്പിൻ്റെ ഭാഗത്ത് ഉണ്ടായത്. പക്ഷേ ആ ഘട്ടത്തിൽ തന്നെ വനം മന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കിയൊരു കാര്യമുണ്ട്. ഇത് ഒരു തരത്തിലും ജനങ്ങൾക്കെതിരായിട്ടുള്ള ഒരു കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചു കൊണ്ടുപോകില്ല. ജനങ്ങളോടൊപ്പമായിരിക്കും സർക്കാർ. എന്തെങ്കിലും മാറ്റങ്ങൾ വരേണ്ടതുണ്ടെങ്കിൽ ആ മാറ്റങ്ങൾ വരുത്താൻ ഞങ്ങൾ സന്നദ്ധമാണ് എന്ന് വനം മന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ നമ്മുടെ നാട്ടിൽ അതുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കകൾ ഉയർന്നു വന്നു. അത്തരം ആശങ്കകൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ ഇപ്പം തന്നെ ഇത് നടപ്പാക്കണം എന്നൊരു വാശി പിടിക്കേണ്ടതില്ല എന്നതാണ് സംസ്ഥാന സർക്കാർ കാണുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഈ ഘട്ടത്തിൽ അത് തുടരേണ്ടതില്ല എന്ന നിലപാട് എടുക്കുന്നത്. അല്ല, ഇത് നമ്മൾ കാണേണ്ടത്, ഞങ്ങൾ എല്ലാ കാലത്തും ഈ മലയോര നിവാസികളുടെ ആ ജനതയുടെ കൂടെയാണല്ലോ നിന്നിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് അവർക്കൊരു വല്ലാത്ത ആശങ്കയുണ്ടാകുമ്പോൾ ആ ആശങ്ക ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്നാണ് നേരത്തെ വനമന്ത്രി പറഞ്ഞതെങ്കിലും തൽക്കാലം ഈ നിയമം തന്നെ വേണ്ട എന്ന് വെക്കുന്നതാണ് നല്ലത് എന്നൊരു നിലപാടിലേക്ക് എത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം നമ്മുടെ സംസ്ഥാനത്ത് ഈ രീതിയിലുള്ള ഒരു നീക്കവും ആ ജനങ്ങൾക്കെതിരെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകില്ല എന്ന് വ്യക്തമാക്കൽ തന്നെയാണ്. ഇപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും വനവുമായി ബന്ധപ്പെട്ട രീതിയിൽ നടപ്പാക്കാനാവില്ലല്ലോ. ഇപ്പോൾ ബഫർ സോൺ, നമ്മുടെ കേരളം പോലൊരു സംസ്ഥാനത്ത് ബഫർ സോൺ പ്രായോഗികമല്ല എന്ന് നമുക്കെല്ലാവർക്കും അഭിപ്രായമില്ലേ? അത് സംസ്ഥാന സർക്കാരിനും അഭിപ്രായമില്ലേ? പക്ഷേ കേന്ദ്ര നിയമമല്ലേ, കേന്ദ്രമല്ലേ ഒരു നിലപാടെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കേന്ദ്ര നിയമവുമായി ബന്ധപ്പെട്ടുള്ള വസ്തുതകൾ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അതാണ് പ്രധാന തടസ്സമായിട്ട് വരുന്ന കാര്യം. PV അൻവർ രാജിവെക്കാനുള്ള കാരണമായി പറഞ്ഞത് തന്നെ വനനിയമ ഭേദഗതിയും അതിനെ ചുറ്റുള്ള പ്രശ്നങ്ങളുമാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റ് ആയിട്ടൊക്കെ വരുമത്.